ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സ്കോറിംഗ് കീ ഈസ് അസോസിയേറ്റഡ് വിത്ത്. സ്കോറിംഗ് കീ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന താഴെ തന്നിരിക്കുന്നതിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. 4 ഓപ്ഷൻസ് ഉണ്ട്. സ്കോറിംഗ് കീ ഈസ് അസോസിയേറ്റഡ് വിത്ത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ആ ഒരു അസസ്മെൻറ്റിനെ കുറിച്ചൊന്ന് നോക്കാം. ടൈപ്സ് ഓഫ് അസസ്മെൻറ്റും അതിലേതൊക്കെയാണ് വരുന്നതെന്നും അവിടെയാണ് സ്കോറിംഗ് കീയും മാർക്കിംഗ് സ്കീമും ഒക്കെ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ആ ഒരു എക്സാമിനേഷൻ പോയിന്റിലാണ് നോക്കുന്നത്. ഓക്കെ, നോക്കിക്കേ. ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് നമുക്കറിയാം. ഒരു ലേണിംഗ് പ്രോസസ്സിൽ ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു അസസ്മെൻറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക്, ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ആണ്. അപ്പോൾ അവിടെ പ്രോഗ്നോസ്റ്റിക് ഒരെണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ ഓപ്ഷനിൽ പ്രോഗ്നോസ്റ്റിക് എന്നുള്ളത് കാണുവാണെങ്കിൽ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇറ്റ് ആക്ട് ആസ് എ മീൻസ് ഓഫ് എസ്റ്റിമേഷൻ ആൻഡ് പ്രഡിക്ഷൻ ഓഫ് ദ ഫ്യൂച്ചർ കരിയർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം സെറ്റിൽ നിന്നുകൊണ്ട് ഒരു കുട്ടിയുടെ ലേണിംഗ് ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പ്രഡിക്ഷനാണ്, അതിൻ്റെ ഫ്യൂച്ചർ കരിയറൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് അസസ്മെൻ്റ് ആണ് പ്രോഗ്നോസ്റ്റിക് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടിയുടെ ആ ലേണിംഗ് ഒക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ആ കുട്ടിയുടെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, എബിലിറ്റീസും ഇൻട്രസ്റ്റുകളും ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ട് ആ ഒരു ടൈം ലിമിറ്റിൽ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഫ്യൂച്ചർ കരിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ വരുന്നതാണ്. ആ ഒരു ടൈപ്പ് അസസ്മെൻ്റ് ആണ് പ്രോഗ്നോസ്റ്റിക് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ദെൻ വരുന്ന ഡയഗ്നോസ്റ്റിക് അസസ്മെൻ്റ് ആണ്. ഡയഗ്നോസ്റ്റിക് അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, സ്ട്രെങ്ത് എന്തൊക്കെയാണ്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് നടത്തുന്നത് ശരിക്കും ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുട്ടിയുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് നടത്തുന്നത് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ കുട്ടി എത്രത്തോളം അച്ചീവ് ചെയ്തെന്ന് നോക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിന് ഗ്രേഡ് കൊടുക്കാൻ വേണ്ടിയോ പ്രമോഷന് വേണ്ടിയോ ഒന്നുമല്ല, അതിന് കൃത്യമായിട്ട് മാർക്ക് കൊടുത്ത അസസ്മെൻറ്റേ അല്ല. ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കുക. ഏതൊക്കെ കാര്യങ്ങൾ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി എത്രത്തോളം അതിന് ലേണിംഗ് ആവശ്യമുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അവൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, റെമഡിയൽ ടീച്ചിങ് കൊടുക്കും. അപ്പോൾ റെമഡിയൽ ടീച്ചിങ് കൊടുക്കുന്നത് ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് ശേഷമാണ്. റെമഡിയൽ ടീച്ചിങ് കൊടുക്കുന്നത് എവിടെയാണ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തിയതിന് ശേഷം ലേണിങ്ങിൽ സപ്പോർട്ട് ചെയ്യുകയാണ്. അതാണ് റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ദെൻ വരുന്നത് ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ്. അപ്പോൾ ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻ്റ് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഫോർമേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഫോർമേറ്റീവ് അസസ്മെൻ്റ് ഒരു ലേണിംഗ് ആക്ടിവിറ്റിയുടെ ഇടയിൽ സംഭവിക്കുന്നതാണ്. ഒരു ലേണിംഗ് ആക്ടിവിറ്റിയുടെ ഇടയിലാണ് ഫോർമേറ്റീവ് അസസ്മെൻ്റ് നടക്കുന്നത്. അപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ പഠിപ്പിക്കുന്നു. കുട്ടി എത്രത്തോളം അച്ചീവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് എത്രത്തോളം പഠിക്കാൻ സാധിക്കുന്നുണ്ട്, അപ്പോൾ അവനെ നിരന്തരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. അപ്പോൾ ഇവിടെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, സർപ്രൈസ് ടെസ്റ്റുകൾ ഇടാം, അപ്പോൾ അസൈൻമെൻറ്റുകളിലൂടെ ആകാം, അപ്പോൾ ഒബ്സർവേഷൻ ആകാം, ഡയറക്റ്റ് ഒബ്സർവേഷൻ ആകാം. ഒരു വൈഡ് റേഞ്ച് ഓഫ് ഫോർമാറ്റ്സ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എടുത്ത ഒരു ടെസ്റ്റ് പേപ്പർ മാത്രമല്ല, പലതരത്തിൽ പല ഒബ്സർവേഷനിലൂടെയും പലതരത്തിൽ നേരിട്ട് അതിനോട് സംസാരിച്ചും അങ്ങനെ പല രീതിയിലും ഇങ്ങനെ അസസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെല്ലാം ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ലേണിംഗ് പ്രോസസ്സിനിടയിലെല്ലാം ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. കുട്ടിയുടെ ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കി അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പല പല ടെസ്റ്റിലൂടെയാണ് ഇത് നടത്തുന്നത്. അതാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഇപ്പോൾ കൂടുതലും ടീച്ചേഴ്സ് തന്നെയാണ് ഇവിടെ ടെസ്റ്റൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എയിം എന്ന് പറയുന്നത് എന്താണ്, ടു മോണിറ്റർ സ്റ്റുഡൻസ് ലേണിംഗ്. ആ ലേണിംഗ് പ്രോസസ്സ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറയുന്നത്. എന്നാൽ സമ്മേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫൈനൽ സ്റ്റേജ് ആണ്. ഇറ്റ് ഒക്വേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റി. ലേണിംഗ് ആക്ടിവിറ്റിക്ക് ശേഷം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു എൻറ്റർ ലേണിംഗ് ആക്ടിവിറ്റി ഇപ്പോൾ പെർട്ടിക്കുലർ ഒരു സെമസ്റ്റർ ആണെങ്കിൽ അതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ഇയർ ആണെങ്കിൽ അതിന് ശേഷം, അപ്പോൾ അവിടെ ആ ഒരു പീരീഡിന് ശേഷം നടത്തുന്ന ഒരു ഇവാലുവേഷൻ പ്രോസസ്സാണ് സമ്മേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സിന് ഇവിടെ സ്വന്തമായിട്ടുള്ള രീതിയിലുള്ള ടെസ്റ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും ഇവിടെ നടത്തുക. കൂടുതൽ നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിലൂടെയൊക്കെയാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടത്താറുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സ്പെസിഫിക് സ്കോർ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ റിസൾട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ ഗ്രേഡ് കൊടുക്കുന്നു. എയിം ടു ഇവാലുവേറ്റ് സ്റ്റുഡൻസ് ലേണിംഗ്. അപ്പോൾ കുട്ടിയുടെ ലേണിംഗ് ഇവാലുവേറ്റ് ചെയ്യുക. ആ ഒരു ഡ്യൂറേഷനിൽ അത് എല്ലാ ഗോൾസും അച്ചീവ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രൊമോഷന് പോസിബിൾ ആണോ, അപ്പോൾ അവിടെ ഗ്രേഡ് ചെയ്യുകയാണ്, പ്രൊമോട്ട് ചെയ്യുകയാണ്. അതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത്. സമ്മേറ്റീവ് ഇവാലുവേഷൻ മനസ്സിലായല്ലോ.
അറിയാമല്ലോ. ഇപ്പോൾ ഫോർമേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഓർത്തിരുന്നാൽ നമുക്കിപ്പോൾ ഒരു പെർഫോമൻസ് ഉണ്ട്, എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ നമ്മളതിന് വളരെയധികം റിഹേഴ്സലുകൾ നടത്തും അല്ലേ, അതെല്ലാം ഫോർമേറ്റീവ് അസസ്മെൻ്റായിട്ട് നമുക്ക് കൂട്ടാം. എന്നാൽ സമ്മേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനൽ സ്റ്റേജ് പെർഫോമൻസ്, അവിടെ പിന്നെ നമുക്ക് കറക്ഷൻ ഇല്ല. അപ്പോൾ ഫൈനലി നമ്മൾ ആ ഒരു പെർഫോമൻസ് സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ അതെന്താണ്, സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ നമുക്ക് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. എനി ടെസ്റ്റ് ദാറ്റ് മെഷേഴ്സ് ദ അറ്റൈൻമെൻറ്റ്സ് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അപ്പോൾ ആ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിന് ശേഷം നടത്തുന്ന ഒരു ടെസ്റ്റാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ടീച്ചർ ഇടുന്ന ഒരു ഫോർമേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ഒരു ചെറിയൊരു ടെസ്റ്റ് അല്ല, ഇത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഇതിന് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് നോക്കാം. പ്ലാനിങ് ഓഫ് ടെസ്റ്റ് ആണ് ഫസ്റ്റ് വൺ, ദെൻ പ്രിപ്പറേഷൻ ഓഫ് എ ഡിസൈൻ ഫോർ ദ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റൊക്കെ നമ്മൾ ബിഎഡിന് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ മോഡലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതല്ലേ ബിഎഡിനൊക്കെ. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. സ്റ്റെപ്പ് ഒന്ന് നോക്കുക. പ്ലാനിങ് ഓഫ് ടെസ്റ്റ് ഉണ്ട്, പ്രിപ്പറേഷൻ ഓഫ് എ ഡിസൈൻ ഫോർ ദ ടെസ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ദ ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. ബ്ലൂ പ്രിൻ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പലതരത്തിലുള്ള നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. എല്ലാം എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല, എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല, അതേപോലെ എല്ലാം ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻ കൊടുക്കത്തില്ല. അപ്പം നമ്മളവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പും ഷോർട്ട് ആൻസറും എസ്എ ടൈപ്പ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഈസി ലെവലിൽ നിൽക്കുന്ന ക്വസ്റ്റ്യനും ആവറേജ് ലെവലിൽ നിൽക്കുന്ന ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യനും എല്ലാം കൊടുക്കും അല്ലേ. അപ്പോൾ എല്ലാ ആസ്പെക്ട്സും നമുക്ക് മെഷർ ചെയ്യുകയും ചെയ്യണം, എല്ലാ രീതിയിലുള്ള അസസ്മെൻറ്റ് അവിടെ നടക്കണം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ മാത്രം സ്ട്രെസ് ചെയ്തിട്ടായിരിക്കില്ല ആ ടെസ്റ്റ് നടത്തുന്നത്. കുട്ടിയുടെ എല്ലാ ലേണിങ്ങിൽ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് മൊത്തം മെഷർ ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ളൊരു എക്സാം ആയിരിക്കും. ഇപ്പോൾ റൈറ്റിംഗ് ഓഫ് ഐറ്റംസ് ഉണ്ട്, ബ്ലൂ പ്രിൻറ്റിലെല്ലാം എഴുതി ചേർക്കുന്നു. പ്രിപ്പറേഷൻ ഓഫ് ദ സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം, ഇവിടെ വെച്ച് നമ്മൾ സ്കോറിംഗ് കീയും മാർക്കിംഗ് സ്കീമും തയ്യാറാക്കും. സ്കോറിംഗ് കീ എപ്പോഴും നമ്മൾ തയ്യാറാക്കുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനാണ്. നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനാണല്ലോ സ്കോറിംഗ് കീ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ ആണെങ്കിൽ അവിടെ 1 മാർക്ക് അങ്ങനെ കൊടുക്കത്തില്ല, അതാണ് സ്കോറിംഗ് കീ. മാർക്കിംഗ് സ്കീം കൊടുക്കുന്നത് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനാണ് ഇന്ന പോയിന്റ്സിന് ഇത്ര മാർക്ക് അങ്ങനെ നമ്മൾ അസൈൻ ചെയ്യുന്നത്. മാർക്കിംഗ് സ്കീം കൊടുക്കുന്നത് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനാണ്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്, ഇത്രയും സ്റ്റെപ്സ് ചേരുന്നതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ സ്കോറിംഗ് കീ ഈസ് അസോസിയേറ്റഡ് വിത്ത്. സ്കോറിംഗ് കീ ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ, ഷോർട്ട് എസ്എ ടൈപ്പ്. ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനാണ് സ്കോറിംഗ് കീ. അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, മാർക്കിംഗ് സ്കീം ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്ന്. അത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മാർക്കിംഗ് സ്കീമാണ് ചോദിക്കുന്നതെങ്കിൽ ഏതാണ്? മാർക്കിംഗ് സ്കീമാണ് ചോദിക്കുന്നതെങ്കിൽ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ വേണം ആൻസർ ആയിട്ട് എഴുതാൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. If a student accepts the truth based on solid evidences, then he has developed. ഒരു കുട്ടി ഒരു ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യുന്നത് സോളിഡ് എവിഡൻസസിൻ്റെ ബേസിലാണെങ്കിൽ അവൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? സയൻറ്റിഫിക് അപ്രീസിയേഷൻ ആണോ, സയൻറ്റിഫിക് നോളജ് ആണോ, സയൻറ്റിഫിക് ലിറ്ററസി ആണോ, സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ആണോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇതിലേതാണ് സോളിഡ് എവിഡൻസസിൻ്റെ ബേസിൽ മാത്രം ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഏതാണെന്നാണ് നമുക്ക് ഐഡൻറ്റിഫൈ. അതിനു മുമ്പ് എന്താണ് സയൻറ്റിഫിക് അപ്രീസിയേഷൻ, സയൻറ്റിഫിക് നോളജ്, സയൻറ്റിഫിക് ലിറ്ററസി ആൻഡ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ സയൻറ്റിഫിക് അപ്രീസിയേഷൻ ആണ്. സയൻറ്റിഫിക് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു റെക്കഗ്നൈസ് ചെയ്യുകയാണ് സയൻസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സയൻസിൻ്റെ എക്സലൻസ്. അപ്പോൾ നമ്മൾ ആ സയൻസിൻ്റെ വാല്യൂസിനെയും എക്സലൻസിനെയും ഒക്കെ റെക്കഗ്നൈസ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതാണ് സയൻറ്റിഫിക് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സയൻറ്റിഫിക് അപ്രീസിയേഷൻ എന്താണെന്ന് മനസ്സിലായി. നമ്മൾ വാല്യൂ ചെയ്യുകയാണ് സയൻസിൻ്റെ എക്സലൻസ്, ഇതിനെയൊക്കെ നമ്മൾ സയൻറ്റിസ്റ്റുകൾ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്, വാല്യൂ ചെയ്യുകയാണ്. അതാണ് സയൻറ്റിഫിക് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി സയൻറ്റിഫിക് നോളജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി സയൻറ്റിഫിക് പ്രോസസ്സുകളിലൂടെ നമ്മൾ ലേൺ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത ഡേറ്റ കളക്ഷനിലൂടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ സയൻറ്റിഫിക് പ്രൊസീജിയേഴ്സിലൂടെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വളരെ ഒബ്ജക്റ്റീവായിട്ട് റിലയബിളായിട്ട് യൂണിവേഴ്സലായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കുക.
അപ്പോൾ ആസ് എ സയൻസ് സ്റ്റുഡൻറ്റ് ഒരു സയൻറ്റിഫിക് നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ പലതരത്തിലുള്ള സയൻറ്റിഫിക് പ്രോസസ്സുകൾ അല്ലെങ്കിൽ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് വളരെ ഒബ്ജക്റ്റീവായിട്ട് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് സയൻറ്റിഫിക് നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക. ഇനി എന്താണ് സയൻറ്റിഫിക് ലിറ്ററസി എന്ന് പറയുന്നത്? സയൻറ്റിഫിക് ലിറ്ററസി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സയൻസിനകത്ത് ഒരുപാട് ടേംസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെയിലി ലൈഫിലുള്ള പല കാര്യങ്ങളെയും ക്വസ്റ്റ്യൻ ചെയ്യുക. അതിനോട് നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക, ഇതൊക്കെ കറക്റ്റ് ആണോ? അല്ലെങ്കിൽ നമ്മൾ പല അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഒത്തിരി സൊസൈറ്റിയിലുണ്ടല്ലേ. അപ്പോൾ അവയൊക്കെ നമ്മൾ സയൻറ്റിഫിക് ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ള, നമുക്ക് ഒരുപാട് സയൻറ്റിഫിക് നോളജ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് വേണ്ട കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ തള്ളിക്കളയുക, നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ളൊരു എബിലിറ്റി ഉണ്ടായിരിക്കുക. അപ്പോൾ അതാണ് സയൻറ്റിഫിക് ലിറ്ററസി എന്ന് പറയുന്നത്. നമ്മൾ എഴുതാനും വായിക്കാനും അറിയുമ്പോൾ നമ്മൾ ലിറ്ററേറ്റ് ആണെന്ന് പറയത്തില്ലേ, അതേപോലെയൊക്കെ നമുക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ലിറ്ററസിയാണിത്. സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉള്ള പേഴ്സൺ എന്ന് പറയുമ്പോൾ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടായിരിക്കും. അതേപോലെ ഇങ്ങനത്തെ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ബിലീവ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പിൽ ബിലീവ് ചെയ്യുന്ന ആളായിരിക്കും, വളരെ ട്രൂത്ത്ഫുൾ ആയിരിക്കും. പിന്നെന്താണ്, റാഷണൽ തിങ്കിങ് പോസസ് ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ റീസണിങ് ഉള്ള ആളായിരിക്കും. അപ്പോൾ സോളിഡ് എവിഡൻസ് ഇല്ലാതെ ഒന്നും തന്നെ ബിലീവ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് പോസസ് ചെയ്യുന്നതാണ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഓപ്പൺ മൈൻഡഡ് ആണ്. അതേപോലെ തന്നെ എന്താണ്, സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ബിലീവ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെന്താണ്, വളരെ ആക്യുറേറ്റ് ആയിട്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ്, അങ്ങനെയുള്ള ഒരാൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യുന്ന ഒബ്സർവേഷനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വളരെ ആക്യുറേറ്റ് ആയിട്ട് ട്രൂത്ത്ഫുൾ ആയിട്ടായിരിക്കും. റാഷണൽ തിങ്കിങ് പോസസ് ചെയ്യും, വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള റീസണിങ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് പോസസ് ചെയ്യുന്ന ആൾ ഏത് കാര്യങ്ങളും സോളിഡ് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഇഫ് എ സ്റ്റുഡൻറ്റ് അക്സെപ്റ്റ്സ് ദ ട്രൂത്ത് ബേസ്ഡ് ഓൺ സോളിഡ് എവിഡൻസസ് ദെൻ ഹി ഹാസ് ഡെവലപ്ഡ്. ആൻസർ എന്താണ്? സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ആണ്. ക്ലിയർ ആണല്ലോ?